ഹലോ ഗൈസ്, ഇതിപ്പോൾ ഇവിടെ എന്താ സംഭവം എന്നറിയോ? ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കട്ടിൽ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കട്ടിലിൻ്റെ കൂടെ ഇട്ട് കിടക്കാനായിട്ട് അത് നമുക്ക് ഇതിൻ്റെ കാല് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഇതിലിവരെപ്പോഴും കിടന്ന് ജമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്നലെ ജമ്പ് ചെയ്ത് അതിൻ്റെ ഒരു കാല് ഒടിഞ്ഞു. അപ്പോൾ ഇളയ ആളാണ് ലാസ്റ്റ് ടൈം ഓടിച്ചത്. അപ്പോൾ നമ്മൾ പണ്ട് പറയാറുണ്ടല്ലോ, ഏറ്റവും അവസാനം ഇരുന്ന ആൾ കട്ടിലൊടിച്ചു എന്ന്. അപ്പോൾ നമ്മളത് പ്രൊമോട്ട് ചെയ്യരുതല്ലോ. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. ഹസ്ബൻഡ് കിടന്ന് ഉറങ്ങിയായിരുന്നു, ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല, ഇത് നമ്മൾ ഇനി ഊർന്ന് കളിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പാർക്ക് എന്ന് പറഞ്ഞു. പിന്നെ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പിന്നെയും കളി തുടങ്ങി. പിന്നെ ത്രൂ ഔട്ട് കളിയായിരുന്നു. പിന്നെ ഇടയ്ക്ക് എപ്പോഴും ഹസ്ബൻഡ് എഴുന്നേറ്റപ്പോൾ കുഞ്ഞിതിന് പിന്നെയും പേടിയായി. അവൾ വീണ്ടും നിന്ന് കരച്ചിട്ട് തുടങ്ങി. അപ്പം ഞാൻ മൂത്തവളോട് പറഞ്ഞു, കണ്ടോടി അവളുടെ നമ്പർ കണ്ടോ? അച്ഛൻ എഴുന്നേറ്റപ്പോൾ മനസ്സിലായി അവൾക്ക് വഴക്ക് കിട്ടുമെന്ന്. അതുകൊണ്ട് കരച്ചിട്ട് കയ്യിൽ നിന്ന് ഇട്ടതാണ്. പക്ഷേ അച്ഛൻ മൈൻഡാക്കാണ്ട് വീണ്ടും കിടന്ന് ഉറങ്ങി. പിന്നെ ഞാൻ മറ്റേ കാലും കൂടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ ഇന്നലെ അതിലാണ് കിടന്നത്, ഞാനും കുഞ്ഞും. പിന്നെ അവർ ഭയങ്കര കളി മൂഡിലായിരുന്നു. രണ്ടുപേരും കുറേ നേരം ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കളിച്ചു. നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. സോ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് അവരുടെ ആ ഒരു ഉറക്കവും രാവിലെ എഴുന്നേൽക്കുന്ന മൂഡും എല്ലാം തീരുമാനിച്ചത് അല്ലേ? ഞാനൊരു പേരൻ്റ് എന്ന നിലയിൽ എനിക്കതിൽ വളരെ പ്രൗഡാണ്. എനിക്കെൻ്റെ മക്കളുടെ ഹാപ്പിനെസ്, അത് ഏതൊരു സിറ്റുവേഷനിലും എനിക്ക് അവരുടെ ഹാപ്പിനെസ് കീപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓക്കെ, സോ എല്ലാവരും ഹാപ്പി പേരൻ്റായിട്ടിരിക്കുക കേട്ടോ. ഹാപ്പി പേരൻറ്റും ഹാപ്പി കിഡ്സും ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്.